ഹലോ, എന്തൊക്കെയുണ്ട്? ഓണമാണ്, ഓണക്കാലമാണ്. ഞാൻ ആലോചിക്കുന്നത് ഈ ഓണം എന്നല്ല, ഏത് ആഘോഷമായാലും ഏറ്റവും നന്നായി ആഘോഷിക്കുന്നത് കുട്ടികളാണ്. അല്ലെങ്കിൽ എല്ലാ ആഘോഷവും വല്യങ്ങളുടേതാണ്. നമ്മളിന്ന് ഒരു കുട്ടി പട്ടാളത്തോടൊപ്പമാണ്. ഒരു കൂട്ടം കുട്ടികളുണ്ട്. അവർ മലയാളികളുടെ ഏറ്റവും വലിയൊരു ഇഷ്ടത്തെ ഏറ്റവും അടുത്തറിയാനായി എത്തിയിരിക്കുകയാണ്. വേറൊന്നുമില്ല, ആനയെ ഇഷ്ടമില്ലാത്ത മലയാളികളുണ്ടാവില്ല. നമ്മൾ ഇന്നൊരു ആനപ്പാർക്കിലാണ്, പുത്തൻകുളത്തെ കാവേരി എലിഫന്റ് പാർക്ക്. ഇന്ന് കുട്ടികൾക്കൊപ്പം അവിടുത്തെ കാഴ്ചകൾ കാണാം. നിങ്ങൾക്ക് ഈ അങ്കിളിനെ അറിയാവോ? അറിഞ്ഞൂടാ. ഈ അങ്കിളിൻ്റെതാണ് ഈ പാർക്ക്. അങ്കിളിൻ്റെ പേരെന്താണെന്നറിയോ? ഷാജി. വെറും ഷാജി അല്ല, പുത്തൻകുളം ഷാജി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എല്ലാവരും അറിയില്ലേ? ഈ അങ്കിളുടെ ആനകളുടെ എല്ലാം കൂടെ പുത്തൻകുളം എന്ന പേരുമുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? പല പേര് പുത്തൻകുളം എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഈ ഇപ്പോൾ ഗുരുവായൂരൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആനയുള്ള ഒരു പ്രദേശം നമ്മളെ ഈ പ്രദേശമാണ്. പൂതക്കുളം പഞ്ചായത്ത് അല്ലേ? പൂതക്കുളം പഞ്ചായത്താണ് ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനുള്ള ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഈ അങ്കിളിനുണ്ട്, വേറെ അങ്കിൾമാർക്ക് എല്ലാം ഇവിടെ ഒരു എത്ര ആന കാണുന്ന? ഇപ്പോഴത്തെ 40 ആന. അതെ, 40 ആനകളുണ്ട് ഇവിടെ ഈ പഞ്ചായത്തിലെല്ലാം കൂടെ. അപ്പോൾ പാർക്കിനകത്ത് ഇനി 1-2 ആനകളുടെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ ആനയെ കണ്ടില്ലേ? പേരൊക്കെ ചോദിച്ചോ? എന്താ പേര് പറഞ്ഞു? പൂതക്കുളം ഗംഗ. ഇനി അകത്ത് 2 താരങ്ങൾ നിങ്ങളെ കാത്തു നിൽപ്പുണ്ട്. അത് ഒരാനയുടെ പേരെന്താണെന്നറിയോ? മോദി എന്ന് പറഞ്ഞൊരു ആനയുണ്ട്. പിന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരനുണ്ട് അനന്തപത്മനാഭൻ. അപ്പോൾ ഈ അങ്കിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആനയായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം അങ്കിളിന് ചോദിക്കണം കേട്ടോ. അങ്കിള് കുറേ നാളായിട്ട് ആന വളർത്തുന്നതാണ്. നമ്മൾ വീട്ടിൽ പശുവിനെയൊക്കെ വളർത്തുന്ന ഒരു അങ്കിൾ ആന വളർത്തുന്ന മനുഷ്യനാണ്. അപ്പോൾ ആനയായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അങ്കിളിനോട് ചോദിക്കണം. പക്ഷേ അതിനപ്പം പാർക്ക് തുടങ്ങി നമ്മൾ ഈ പാർക്ക് തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ ആനയെ അടുത്തറിയാനായിട്ട് ആളുകൾ ധാരാളം വരുന്നുണ്ട്. ആന ഈ വെളിയിൽ നിന്ന് കാണുന്ന നമുക്ക് ഈ ആന എന്ന് പറയുന്ന ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന ഒരു സംഭവം. പക്ഷേ കുറച്ചുകൂടെ അടുത്ത ആനയെ അറിയാനും ആന പോയി തൊടാം, അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാം, ഫീഡ് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ഈ ആന എന്ന് പറയുമ്പോൾ നമ്മളൊരു പേടിയൊക്കെ മാറുന്ന ഒരു സ്ഥലം കൂടാണ്. അതെ അല്ലേ? പുത്തങ്കളത്തുകാർക്ക് പേടിയില്ല. അതെ. ഇവിടെ അവർ എത്ര ആനയെ കാണുന്നത്. അപ്പോൾ ഈ അങ്കിളിലൂടെ പോയ അങ്കിള് ബാക്കി കഥയൊക്കെ പറഞ്ഞിരും കേട്ടോ. ചോദിക്കാനുള്ളതും ചോദിക്കണം. ഇന്ന് ആനയെക്കുറിച്ച് മൊത്തം അറിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകാവൂ കേട്ടോ. നാളെ ഉറക്കത്തിൽ ആരും വിളിച്ച് ആരെയും ചോദിച്ചാൽ എല്ലാം പറഞ്ഞു കൊടുക്കണം എല്ലാവരും. ഓക്കെ? ആനയെ തൊട്ടിട്ടുണ്ടോ നേരത്തെ? ഓ, എവിടെ വെച്ച് തൊട്ടിട്ടുണ്ട്? അത് ഇന്നല്ലേ? ഇതിന് മുന്നേ തൊട്ടിട്ടുണ്ടോ? ഇതുപോലെ അടുത്ത് ആനയെ പിടിച്ചിട്ടില്ലേ? വാ, അടുത്തോട്ടൊന്ന് പിടിച്ചു നോക്ക്. അങ്ങനെയൊക്കെ കണ്ടില്ലേ? ഉത്സവത്തിന് പോയാൽ ദൂരെ ഒന്നല്ലേ കാണാൻ നോക്കൂ. നമ്മളെ ഗംഗ എന്ന് പറഞ്ഞ ആനയാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തൊടാനും ഫോട്ടോ എടുക്കാനും എല്ലാം അവള് ഓക്കെയാണ്. ആരെയും ഒന്നും ചെയ്യത്തൊന്നുമില്ല. ഞാൻ അടുത്തോട്ട് ഒന്നല്ലേ, നിങ്ങൾ പേടിയാവുന്ന ഇപ്പോഴും ഞാനിവിടെ വന്നിട്ട് ഞാനും ഒന്ന് പിടിച്ചോളേ. ഒരു ഉമ്മയും കൂടെ കൊടുത്തോളൂ. കൊടുത്തോ ഒരു ഉമ്മ. ഓ, നീ അങ്ങോട്ട് പോയാൽ നമുക്ക് മറ്റേ ആനകൾ കാണാം. മറ്റവരെ കണ്ടാ? ഇനി അവിടെ നോക്കുകൊണ്ട് താരങ്ങൾ. മാമ, ഇപ്പൊ നമ്മൾ കാണാൻ പോണ ആനകൾ എന്താന്ന് തൊടാൻ സമ്മതിക്കാത്തൊരു? അവര് കൊമ്പനാനകൾ, മതപ്പാടിലൊക്കെ നിൽക്കുന്ന ആനകളാണ്, കൊമ്പനാനകളാണ്. ഇത് നമ്മളെ ഈ ഗംഗ എന്ന് പറഞ്ഞത് പിടിയാനയാണ്. അവർ ഒരു ഉപദ്രവമുള്ളവരല്ല. മറ്റവർ ആന പാപ്പാമാരുണ്ടെങ്കിൽ അടുത്ത് പോകാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാം. നമുക്ക് ഇതുപോലെ പോകാൻ ഒക്കത്തില്ല. ഇപ്പൊ നമ്മള് കാണാൻ പോണ രണ്ടുപേരും ആണുങ്ങളല്ലേ? അതെ, രണ്ടും കൊമ്പനാനകളാണ്. മോദിയും.
ഇത് രണ്ടും കേരളത്തിൽ അറിയപ്പെടുന്ന ആനകളാണ്. ഉത്സവങ്ങൾക്ക് മിക്കവാറും എല്ലാ അമ്പലങ്ങളിലും നമ്മുടെ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ, തൃശ്ശൂർ ജില്ലകളിലൊക്കെ നമ്മൾ എഴുന്നള്ളിക്കാൻ പോകാറുണ്ട്. അവർ രണ്ടുപേരും ഷെഡിൽ നിൽക്കുകയാണ്. ഒരാൾ ഈ മതപ്പാടിൽ നിൽക്കുന്നതാണ്. മതപ്പാടെന്ന് പറഞ്ഞാൽ മതം പൊട്ടിയെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ നിൽക്കുന്നതാണ് മോദി എന്ന് പറഞ്ഞ ആന. മാമ ഈ ആനയുടെ പേരെന്തുവാ? ഇത് പുത്തൻകുളം അനന്തപത്മനാഭൻ. അനന്തപത്മനാഭന് എത്ര വയസ്സായി? ഇവന് 25 വയസ്സ്. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആനയാണ്. ഉയരക്കേമനാണ്. ഉത്സവങ്ങൾക്കൊക്കെ പോകാൻ നേരത്ത് ഏറ്റവും മുന്നിൽ തെരുമ്പേറ്റി പോകുന്ന ആനയാണ് പുത്തൻകുളം അനന്തപത്മനാഭൻ. നല്ല ആന, നല്ല കുട്ടിയാണോ? നല്ല കുട്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും അടുത്ത് വന്ന് നിൽക്കാൻ ഒക്കൂ? ഇല്ല. അതാണ്. വേറെ നിങ്ങൾ ഉത്സവത്തിനടുത്തൊക്കെ പോയി ഇത്രയും അടുത്ത് പോകും? ഇല്ല. അതിൻ്റെ കാരണം എന്താണ്? സ്വഭാവ ഗുണം അല്ലേ? മാമ ഇത് കൊടുക്കുന്ന ഫുഡ് എന്തുവാ? ഫുഡ് ഇപ്പം തിന്നുന്നുണ്ട്, പനയോല, പിന്നെ പുല്ല് ഇത് കൊടുക്കും, പിന്നെ വൈകിട്ട് ചോറ് കൊടുക്കും, പിന്നെ പഴം കഴിക്കത്തില്ലേ? പഴം എല്ലാം മനുഷ്യർ എല്ലാം കഴിക്കും. പിന്നെ ഈത്തപ്പഴം കഴിക്കും, ഈത്തപ്പഴവും അവിലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ ലേഹ്യം കൊടുക്കും, ചവനപ്രാശം ലേഹ്യം കൊടുക്കും. അതൊക്കെ മനുഷ്യർക്ക് കൊടുക്കുന്നതെല്ലാം നമ്മൾ കൊടുക്കും. ചിലവ് കൂടുതലാണ് ആന വളർത്തുന്നത്. ഒരു ദിവസം എത്ര നേരം ഉറങ്ങും ആന? ആന ഒരു 3 മണിക്കൂർ. കുറേ വെള്ളം കുടിക്കുവാണ്? വെള്ളം 200 ലിറ്ററോളം വെള്ളം. അപ്പോൾ ഒരു ദിവസം ആനയ്ക്ക് എത്ര പോലെയൊക്കെ വേണം കൊടുക്കാൻ? 250 കിലോ ആണ്. 250 കിലോ? ഒരു ആനയ്ക്ക്, ഒരു വലിയ ആനയ്ക്ക് 250 കിലോ. ഇതുപോലത്തെ ഈ പനമ്പട്ട, ഓലയിടത്, പുല്ല് ഇതെല്ലാം കഴിക്കും. ആന കിടന്നാണോ നിന്നാണോ ഉറങ്ങുന്നത്? ആന രാത്രി ആളിൻ്റെ സാന്നിധ്യമൊന്നും ഇല്ലെങ്കിൽ നേരത്തെ കിടന്നുറങ്ങും. ഒരു 3 മണിക്കൂർ ഒരു ദിവസം കിടന്നുറങ്ങും. ചരിഞ്ഞ് കിടക്കും. വെള്ളത്തിലൊക്കെ കുളിപ്പിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ കിടന്നാണ് ഉറങ്ങുന്നത്. ശല്യങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ കൂടുതൽ നേരം കിടക്കും. വല്ല അനക്കോ ആളിൻ്റെ അനക്കോ കൊണ്ടുവന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പറഞ്ഞ് അവർ അപ്പോഴേ എഴുന്നേക്കും. ഞാൻ എത്ര വർഷമായിട്ടുണ്ട്? ഇവൻ 2016 തൊട്ട്. എത്ര വയസ്സായി? 25 വയസ്സാണ് അവൻ്റെ വർഷം. ആനയും കുറെ നാളായോ? അത് മോദി എന്നാണ് ആനയുടെ പേര്. പുത്തൻകുളം മോദി. എല്ലാവരും അറിയും. കേരളത്തിൽ ആനയുടെ പേരിൽ ഒറ്റ പേരുള്ള ഒരാന മാത്രമേ ഉള്ളൂ. ഈ അനന്തപത്മനാഭൻ എന്നൊക്കെ പറഞ്ഞ വേറെ ഒരുപാട് ആനകളൊക്കെ ഉണ്ട്. പത്മനാഭൻ, അങ്ങനെയുള്ള പല ആനകൾ, ഗണപതി, അങ്ങനെയൊക്കെയുള്ള ആനകൾ ഒരുപാടുണ്ട്. പക്ഷേ ഈ പേരുള്ള ആന ഒരെണ്ണേ ഉള്ളൂ കേരളത്തിൽ. മാമ ഈ മോദി എന്നുള്ള പേരെന്താണ് ആ ആനയ്ക്ക് വന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ സമയത്താണ് ആന ഇവിടെ വരുന്നത്, ഭരണസമയം. അപ്പോൾ അതിൻ്റെ പേര് തോന്നി പുത്തൻകുളം മോദി എന്ന് പേരിട്ടു. മോദിന്റെ ബർത്ത്ഡേ എന്നാണ്? ബർത്ത്ഡേ ആർക്കും അറിയാൻ പറ്റില്ല. കാട്ടിൽ ജനിച്ചവരാണല്ലേ. കാട്ടിൽ ജനിച്ചിട്ട് പിന്നെ നാട്ടാനയായതാണ്. അതുകൊണ്ട് അവരുടെ ജനന ഡേറ്റൊന്നും അറിഞ്ഞൂടാ ആരൊക്കെ. എന്നാലും അവനൊരു 38 വയസ്സ് പ്രായമുണ്ട് മോദിക്ക്. ഇതിന് 25 വയസ്സ്. ഈ ആനവാല കിട്ടിയ പേടി അതൊക്കെ പറയുന്നൊരു ചെല്ലുണ്ട്. നേരത്തെ പഴയ കാലത്തൊക്കെ ഉള്ള ഇത് പറയും, ഈ വാല് കെട്ടിയാൽ പേടിക്കത്തില്ല. എന്നാലും ആളുകൾ മോതിരവും ഇതൊക്കെ കെട്ടി ഇടുന്നുണ്ട്. പേടി മാറുമെന്നാണ് സങ്കല്പം. ശരിക്കും ഈ വാല് മുറിക്കുമോ? ഇല്ല, അതൊക്കെ പൊഴിഞ്ഞൊക്കെ വീഴുമല്ലേ. ഈ ആന കിടക്കാൻ നേരത്ത് നമ്മളെ മുടിയൊക്കെ പൊഴിയുന്നതൊക്കെ പൊഴിയും. അതൊക്കെയാണ് എടുക്കുന്നത്. ഉത്സവ സ്ഥലത്തൊക്കെ പോയി നിങ്ങൾ കണ്ടിട്ടില്ലേ? ആന ഉത്സവത്തൊക്കെ എഴുന്നള്ളിച്ചിരിക്കുന്നതൊക്കെ രസമല്ലേ കാണാൻ? നമ്മുടെ ആനകളുടെ എണ്ണം പൊതുവെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാട്ടാനകളുടെ എണ്ണം എന്ന് വെച്ചാൽ ആനകൾ ഇപ്പോൾ കാട്ടിൽ നിന്ന് പിടിക്കുന്നില്ല. 72 കാട്ടാന പിടുത്തം നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഈ അല്ലാതെയുള്ള ആനകളെന്ന് പറഞ്ഞാൽ നാട്ടിൽ പ്രസവിക്കുന്ന ആനകൾ. നാട്ടിലിപ്പോൾ നമ്മൾ ഗംഗ ഇവിടെ വന്ന് പ്രസവിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആനകൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴും. പിന്നെ വെളി സ്ഥലത്തു നിന്നാണ് ബീഹാർ, UP, ആസാം അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ആനകളെ ഇപ്പോൾ കൊണ്ടുവരുന്നത്. കേരളത്തിലെ ആനകൾ കുറവാണ്.
ആസാമിലൊക്കെ ആനകൾ ഈ നാട്ടാനകൾ തന്നെ പ്രസവിച്ച് കുട്ടികൾ വരുന്നു, അതിനെ കൊണ്ടുവരുന്നതാണ് പതിവ്. അതിപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്, അത് ഉടനെ തുടങ്ങുമെന്നാണ് പറയുന്നത്. ഇത്രയും കാലത്തിനിടയ്ക്ക് നിങ്ങൾ ആനയെ തൊട്ടിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ തൊടുന്നു? അതിൽ സന്തോഷമാണോ? അടുത്ത് നിന്ന് ഫോട്ടോ എടുത്ത് അല്ലേ? ഇനി വല്ല ആഗ്രഹങ്ങളും ഉണ്ടാ നിങ്ങൾക്ക്? ഈ ആനകളിൽ ഇഷ്ടപ്പെട്ട ആന ഇപ്പോൾ ഏതാണ് തന്നെ? ഇയാൾക്കാ? എനിക്ക് 3 ആനയെ ഇഷ്ടമാണ്. മോനെ ഇഷ്ടം തന്നെ. ഈ മോദിനെ ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകും. ഓ, മോദി താരമാണ്, ഉത്സവത്തിന്റെ താരമാണ്. ഏത് ഉത്സവ സ്ഥലത്ത് ഇനി പോകുമ്പോൾ ശ്രദ്ധിച്ചോളണം, നെയിം പ്ലേറ്റ് കാണും ഇതിന്റെ കരുത്തിൽ. പേര് തൂക്കിയാക്കും, കുട്ടങ്ങള മോദി, അനന്തപത്മനാഭൻ. അത് ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഇനി നിങ്ങൾക്ക് പിടുത്തം കിട്ടും, അത് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ രൂപം വരും ഇതിനടുത്ത് വെച്ച് കണ്ട ആനയാണെന്നുള്ളത് അല്ലേ? ഒരു ചെറിയ ആഗ്രഹമുണ്ട്, കൊമ്പി തൊടണം. അത് ഞാൻ സാധിച്ചു തരാം, പോരെ? ഞാൻ കൊമ്പി തൊടിക്കണം. വാ വാ, മക്കളൂടെ എനിക്ക് വാ. ഇവിടെ ആഗ്രഹം സാധിച്ചില്ലേ? അതും വലിയ ആനയുടെ കൊമ്പില്ല. അവിടെ നല്ല തലയെടുപ്പാണ്. അവനും ചെറിയ ആഗ്രഹമുണ്ട്. അവിടെ ഓക്കെ. നെറ്റിപ്പട്ടം വെക്കുമ്പോ കണ്ണാണാൻ പറ്റുമോ? സൈഡിലില്ല, ഇങ്ങനെയല്ലേ വെക്കുമോ? അതിൻ്റെ മുൻവശം മാത്രമേ മറഞ്ഞു നിൽക്കൂ, ബാക്കി ഈ സൈഡ് ഇവിടെ വെച്ച് ഇങ്ങനെ മാറി നിൽക്കുമല്ലോ. അപ്പോൾ അത് മുൻവശത്തോട്ട് മുമ്പോട്ടുള്ളത് കാണാം. എനിക്ക് മുമ്പോട്ടുള്ളത് നല്ലപോലെ കാണാൻ പറ്റും. പിന്നെ എല്ലാ സ്ഥലത്തും ഈ ആൾക്കാരെ മണ്ടെത്തി കൊണ്ടുപോകുമ്പോ വലുതായിട്ട് ഒന്നുമില്ല. വെള്ളം കുടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ചൂടില്ലല്ലോ, ചൂടാണെങ്കിൽ ഒഴിക്കും. അതില് വെള്ളം പിടിച്ചെടുത്ത് അതിലോട്ട് ഒഴിക്കും. ഇത് കൈയാണ്, നമ്മൾ കൈ വെച്ചെടുത്ത് കുടിക്കൂല്ലോ. അത് വേണമെങ്കിലും പോയിട്ട് രണ്ടും ചെയ്യും. ഉത്സവത്തിനൊക്കെ ഇപ്പോൾ 3 പേര് കയറണ്ടേ? ഇപ്പോൾ മുൻവശത്തിരിക്കുന്ന ആളിന് ആദ്യം അങ്ങ് കയറും, പിന്നെ അതിൻ്റെ പുറത്തോട്ട് ഇരിക്കില്ലേ, അപ്പോൾ അത് അപ്പോൾ ബോയ്സ് ആൻഡ് ഗേൾസ്, എങ്ങനെ ഉണ്ടായിരുന്നു ആനയൊക്കെ കണ്ടത്? ആനയുടെ കൊമ്പിലൊക്കെ പിടിച്ചാ? കൊമ്പിലൊക്കെ പിടിച്ച്, കൊമ്പ് തുടങ്ങി ആനയുടെ പല്ലാണ്, ആനയുടെ പല്ല് പിടിച്ചല്ലേ? ഈ എന്നിട്ട് സംശയങ്ങളൊക്കെ ചോദിച്ചാൽ അങ്ങളുടെ അടുത്ത്, എന്നിട്ട് ഒരു സംശയമൊക്കെ മാറി. ഇനിയിപ്പോൾ നമുക്ക് ആനയെ പേടിയില്ല ഇല്ലേ? ചൈന ഈ സാധാരണ ഈ ആന എന്ന് പറയുന്നത് മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. മലയാളിക്ക് കടൽ പോലെ അല്ലെങ്കിൽ കടലിനേക്കാളും ഇഷ്ടമാണ് ആന. എത്ര നേരം വേണേലും നോക്കിക്കൊണ്ടിരിക്കും, വെറുതെ ഏതെങ്കിലും പറമ്പ് കിട്ടിയാലും പോയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇവിടെ വരുമ്പോൾ തോന്നുന്നത് ഈ മലയാളികൾക്ക് മാത്രമല്ല, അന്യസംസ്ഥാനക്കാർക്ക് ആനയെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ?
അന്യ സംസ്ഥാനക്കാരാണ് ഇപ്പോൾ കൂടുതലും വരുന്നത് ആനയെ കാണുന്നതിന് വേണ്ടി, എൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി അവരാണ് കൂടുതലും വരുന്നത്. എനിക്കൊന്നും അവർക്ക് ഇങ്ങനെയുള്ളൊരു സൗകര്യങ്ങളില്ല. കാരണം ഒന്നുമില്ല. അവിടെ ഈ തമിഴ്നാട്ടിലെ കർണാടകത്തിലൊക്കെ ഈ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമുണ്ടല്ലോ ആനയെ കൊണ്ടുവരുന്നത്. ആനയ്ക്ക് പൈസ കൊടുത്ത് ആന അനുഗ്രഹിക്കും, ആന പാസ്പോർട്ട് തരും, ഇമ്മാതിരി പരിപാടിയാണ്. കേരളത്തിലും ഇത് അപൂർവമല്ലേ, എങ്ങും പോയാലും തൊടാനും അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ലല്ലേ. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ ഉണ്ട്, അവിടെ പോയ ആളുകൾക്ക് ആനയെ കാണാം. പക്ഷേ അടുത്തൊന്ന് പോകാനോ അതിനൊന്ന് ഫീഡ് ചെയ്യാനെന്നുള്ളൊരു സൗകര്യം അവിടെ ഇല്ലല്ലേ. നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ ആനയിലുള്ള പേടി മാറ്റുക എന്നുള്ളൊരു ഭയങ്കര പ്രധാനപ്പെട്ട സംഭവമാണ് അല്ലേ. കുട്ടികൾ വരുമ്പോൾ വളരെ പേടിയായിട്ടാണ് വരുന്നത്, തിരിച്ചു പോകുമ്പോൾ വീണ്ടും ഒന്നുകൂടെ തൊടണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുമല്ല, ഈ നമുക്കിപ്പോൾ ഈ ആളുകൾ ഇവർ വന്ന് ഇപ്പം തന്നെ ഇവർ വന്നപ്പം ഈ പറഞ്ഞ പോലെ ആദ്യം ഒന്ന് അറച്ചെങ്കിലും പിന്നെ ആനയെ തൊടാനും ഉമ്മ വയ്ക്കാനും. അപ്പോൾ ഞാൻ വിചാരിച്ച് പിടിയാനയിൽ അവസാനിക്കുന്നു. അപ്പം നോക്കിയാണ് ആ കൊമ്പനാനയുടെ അടുത്ത് പോയി അതിനെ തൊടാനും ഒക്കെ ഇവരൊക്കെ ആ ഒരു ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ മാറുന്നു. എന്താണ് ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത്ര വർഷമായി, ഇനി ഇതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ് ആലോചിക്കുന്നത്? ഡെവലപ്മെൻറ്റ് ഇതിനകത്ത് കൊള്ളാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇനി സ്ഥലമില്ല. നമുക്ക് വേറൊരു പുതിയ കാര്യം, അതിനുവേണ്ടി ഒരു പുതിയ പാർക്ക് ചെയ്യാൻ തുടങ്ങാനുള്ള പരിപാടിയുണ്ട്. അത് ഇതുപോലെ തന്നെ ആനപ്പാർക്ക് തന്നെ? ആനപ്പാർക്കല്ല, അത് വെറൈറ്റി ആയിട്ടുള്ള മറ്റേ അഡ്വഞ്ചറി പാർക്കായിട്ട്. ഓ ശരി. പിന്നെ അവർ സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടി ഒരു 10-25 റൂം, ഒരു ഓഡിറ്റോറിയം. നമ്മൾ ആന അവിടെ കാണും അല്ലേ? ആന വേണം, ആന വിട്ടിട്ട് കളിയില്ലല്ലോ. ഇവിടെ ആനയെല്ലാം എന്തൊക്കെ ഉണ്ടെന്നറിയാമോ? ഇവിടെ ഒട്ടകപ്പക്ഷി, ഇഗ്വാന, ലവ് ബേഡ്സ്, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അപ്പുറത്ത് ഒളിച്ചു വെച്ചേക്കല്ലേ? കണ്ടില്ലേ? അവർ കണ്ട്, അവർ ആദ്യം എല്ലാം പോയി കണ്ട. ശരി, അവരെല്ലാം കണ്ട്, അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്, എല്ലാ സ്കൂളും വരും നമ്മളെ. അതെല്ലേ? കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട. പാർക്ക് ഇഷ്ടപ്പെട്ടോ? പാർക്ക് അടിപൊളി തന്നെ. ഇനിയിപ്പോ ആരെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പേടിയൊന്നുമില്ല, നമ്മൾ പറയുമല്ലോ അല്ലേ? കൊമ്പിൽ പിടിച്ചിട്ടുണ്ട്, കൊമ്പിൽ പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആന കൊടുത്തിട്ടുണ്ട്. ഈ ആനകളുമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങിയ കഥ ഒന്ന് പറയാൻ. അച്ഛൻ്റെ കാലത്ത് തുടങ്ങിയതാണ് ആന. 1978 നമ്മൾ ആദ്യമായിട്ട് അച്ഛനൊരു ആനയെ മേടിച്ചായിരുന്നു. ആ ആനയുടെ പേര് ഗിരിജ എന്നായിരുന്നു. അതിൽ നിന്ന് അച്ഛൻ ഒന്നെന്നുള്ളത് പിന്നെ കൊമ്പനാനയെ മേടിച്ചു. ആദ്യം പിടിയാനയെ പേടി മാറട്ടെ, നമ്മളിപ്പോൾ കണ്ടതുപോലെ ആദ്യം പേടി മാറട്ടെ ആദ്യം, എന്നിട്ട് പിന്നെ കൊമ്പനാനയിലോട്ട്. കൊമ്പനാന എപ്പോഴും ഇത്തിരി റിസ്ക്കാണ്, എപ്പോഴും ഒരു സ്വഭാവക്കാരല്ല. അവർക്ക് പലപ്പോഴും പല സ്വഭാവം വരും, കാട്ടിൽ കിടക്കുന്ന ജീവിതം. അപ്പം അതിൻ്റേതായൊരു സ്വഭാവം. പിന്നെ ജന്മന മനുഷ്യരണക്ക് തന്നെ ചട്ടമ്പികളുണ്ട്, സാധുക്കളുണ്ട്, മനുഷ്യൻ്റെ അതേ. അങ്ങനെ അതൊന്ന് പോയി ഞാൻ ഗൾഫിൽ പോയായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് ആദ്യം എൻ്റെ ആഗ്രഹം ആനയെ മേടിക്കണമെന്നായിരുന്നു. അത് നമ്മളൊക്കെ വീട് വയ്ക്കണം, കാറ് മേടിക്കണം തീരുമാനിക്കുന്ന പോലെ ആദ്യമായിട്ട് ആനയെ മേടിക്കണമെന്ന് പറഞ്ഞാൽ ഒരാനയെ മേടിച്ചു. പിന്നെ ഈ സോൻപൂർ മേളയിൽ പോയി. വർഷത്തിൽ നവംബർ മാസത്തിലെ കാർത്തികയ്ക്ക് ഒരു ഇതുണ്ടായിരുന്നു, ചന്ത. അങ്ങനെ ചന്തയിൽ പോകുമായിരുന്നു. അവിടെ നിന്ന് ആനയെ മേടിക്കുക. അന്ന് നിയമങ്ങളുണ്ട്, ആനയെ മേടിക്കാനുള്ള നിയമങ്ങളും എല്ലാം ഉണ്ട്. ആ സമയത്ത് പോയി അവിടെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾ വരും. നമുക്ക് ഓഫീസിലൊന്നും പോകണ്ട, ഇന്നിപ്പോൾ ആനയെ മേടിച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ പേപ്പർ കയ്യിൽ തരും. അപ്പോഴേ ലോഡ് ചെയ്ത് പശുവിനെ കൊണ്ടുവരായിരുന്നു. അതൊക്കെ സാഹചര്യങ്ങൾ പോയി. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ആനകൾ വളരെ കുറവാണ്, വളരെ കുറവ്. അമ്പലക്കാറുകൾ, ചെറിയ ചെറിയ അമ്പലങ്ങൾ ആനയില്ലാതെ ഇത്തിരി റേറ്റ് പൊതുവേ കൂടുതലാണല്ലോ. ഇല്ലാത്തൊരു സാധനത്തിന് റേറ്റ് കൂടുതൽ സ്വാഭാവികമാണ്. അതനുസരിച്ച് ഇത്തിരി കൂടുമ്പോൾ ചെറിയ ചെറിയ അമ്പലക്കാരൊക്കെ ആനയില്ല, അവർ വന്ന് എന്നും പറയും. അതുകൊണ്ട് വെളിയിൽ നിന്ന് അങ്ങനെ ഒത്തിരി ആനകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ അമ്പലങ്ങളുടെ കാര്യം ഇവിടെ സേഫ്റ്റി ആവും. എനിക്ക് തോന്നുന്നു ഈ അനന്തന് ഒരുപാട് പേര് മോഹിച്ചു വന്ന ഷാഹിൻ്റെ അടുത്ത് അത് ഏതെല്ലാം ലെവലിലാണ് വിളിക്കുന്നത്. അതെ, എനിക്കറിയാം. ഉത്സവത്തേക്ക് അതിനെ കഴിഞ്ഞ് കൊടുത്തേ വെക്കുള്ളൂ. മന്ത്രിമാർ വരെ വിളിച്ചിട്ടുണ്ട്. ഈ എനിക്കൊന്നും അങ്ങനെ മോഹവില പറഞ്ഞിട്ടും ഇല്ല, വിലയ്ക്ക് നമ്മൾ അല്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വന്ന് ചോദിക്കും അതിനെ തരാവോ. അങ്ങനെ ഒരു പരിപാടി ഇല്ല. ആനകളെ കൊടുക്കത്തും ഇല്ല, വിൽക്കത്തും ഇല്ല. കിട്ടിയാലും ഇവനൊരു ഇപ്പോൾ ഒരു 24-25 വയസ്സായല്ലേ? എനിക്ക് ഓർമ്മയുണ്ട് നമ്മളെ കൊണ്ടുവന്നപ്പോഴും അതിവിടെ ഈ എനിക്ക് ആദ്യത്തെ നീരുകാലത്ത് അന്നൊരു മടലെടുത്ത് ഷൈനും നോക്കി ഒന്ന് എറിയെന്ന് പറഞ്ഞൊരു മടൽ ഇങ്ങനെ പോയി എനിക്ക് ഓർമ്മയുണ്ട്. അത് മാത്രമല്ല, ഈ അത്യാവശ്യം ഇപ്പം നിലവിൽ നമ്മുടെ തെക്കൻ കേരളത്തിലെ മൊത്തത്തിൽ ഉത്സവപ്പറമ്പുകളിൽ പുത്തൻകുളം അനന്തപത്മനാഭൻ എന്ന് പറഞ്ഞാൽ ആളുകൾ പറയും ആന. കഴിഞ്ഞ വർഷം കുറച്ച് പരിപാടിക്ക് ഞാൻ തൃശ്ശൂർ വിട്ടായിരുന്നു. ഇവിടെ ആളുകളെല്ലാം വഴക്കായിരുന്നു, നമ്മളെ നാട്ടിൽ എഴുന്നള്ളിക്കണം,
നാട്ടിൽ വിട്ട് കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയി ഷൈൻ ചെയ്യും. നമ്മുടെ നാട്ടിലും കൂടെ വേണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു അതുകൊണ്ട് ഈ വർഷം അങ്ങോട്ടൊന്നും വിടുന്നു. അങ്ങോട്ട് വിടുന്നില്ലല്ലേ? ഊട്ടിനും പോയില്ലെന്ന് തോന്നുന്നില്ല. എനിക്കൊന്ന് ഏതാണ്ട് വർഷം ഊട്ടിനും പോയില്ല. കഴിഞ്ഞ തവണ പോയായിരുന്നു, ഈ തവണ പോയില്ല. അങ്ങോട്ട് വിടണ്ടെന്ന് വിചാരിച്ചു. തൽക്കാലം ഇവിടെ തന്നെ ആവശ്യം പോലെ ഇവിടെ ആവശ്യം പോലെ ഉണ്ട്. നമ്മുടെ അമ്പലങ്ങൾക്ക് കൊടുത്തിട്ടല്ലേ പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമുള്ളൂ. എനിക്കിത് ഇവനും കേശവനും വന്നതില്ല. പിന്നെ മോദിക്കും ഇവർക്ക് 3 പേർക്കും തന്നെ കൂടുതൽ പരിപാടി. കേശവൻ നാട്ടാനാണല്ലോ. നാട്ടാണ്. കേശവൻ ഭയങ്കര ചന്തമുള്ള ആനയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നാട്ടാന എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മളെ കേരളത്തിൻ്റെ ആനയാണ്. കേരളത്തിലെ കാട്ടിൽ കോന്നിക്കൂട്ടിലെ ആനയാണ് കേശവൻ. അതുകൊണ്ട് നമ്മളെ കേരളത്തിലെ ആനയെ കാണാൻ ഭയങ്കര സൗന്ദര്യമാണ്. കൊമ്പ്, ചെവിയൊക്കെ എല്ലാം ഭയങ്കര രസമാണ്. വരുമ്പോൾ കണ്ടല്ലേ ആ ആനയെ നമ്മൾ ഭംഗിയാണ് കാണാൻ. മതപ്പാടാകേണ്ടവനെ മാറ്റി കെട്ടിയാക്കി ഉഗ്രനാനയാണ്. അതായത് നമ്മൾ ആന എന്ന് പറയുമ്പോൾ നമ്മൾ സാറിന് പടമൊക്കെ വരയ്ക്കും ആനയുടെ. അതുപോലെ ആനയാണ് കേശവൻ. നാടനാന. നാടനും വിദേശിയെ കൊണ്ട് ആനയില്ല, അറിയാവും. ഇത് കർണാടക ആനയുണ്ട്, ആസാം ആനയുണ്ട്. ഓരോ സ്റ്റേറ്റിനും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് ഓരോ ആനകൾക്ക്. ഇപ്പോൾ ആസാം ആനകൾ, അരുണാചൽ പ്രദേശത്ത് അറിഞ്ഞൂടെ? അരുണാചൽ ആനകൾ വരാറുണ്ട്. അതിന് ഉയരം കുറച്ച് കുറവായിരിക്കും. ബീഹാർ ആനകൾക്ക് ഉയരം കൂടുതലായിരിക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ ബാഹുബലി ആന? നീ കേട്ടിട്ടില്ലേ? അതെല്ലാം അത് കർണാടക ആനയാണ്. കാളിദാസൻ ബാഹുബലിയിലെ ഒരു ആന ഇല്ലേ, വലിയൊരു ആന. തെച്ചിക്കോട്ട് രാമേന്ദ്രനെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? തെച്ചിക്കോട്ട് അതും കർണാടക ആനയാണ്. അത് ഏറ്റവും വലിയ ആനയാണ്. അല്ല, അത് ആസാമെന്ന് തോന്നുന്നല്ലേ? ബീഹാർ ആനയാണ്. നമ്മൾ ഈ ആളുകൾ പശു ഫാം തുടങ്ങും, ആട് ഫാം തുടങ്ങും. പക്ഷെ ആന ഫാം എന്ന് പറഞ്ഞാൽ ആന ഫാം അല്ലെങ്കിലും ഇത്ര ആനകളുണ്ട്. ഇതിന് മേയ്ക്കുന്നൊരു എക്സ്പെൻസ് എനിക്കറിയാം. എന്നാലും ഇത് അറിഞ്ഞൂടാത്ത ആളുകൾ അതൊന്ന് കേൾക്കട്ടെ എന്നുള്ളതാണ്. ഒരു ആനയെ നല്ല രീതിയിൽ അതിൻ്റെ രീതി അനുസരിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ 6000 രൂപ ചിലവ് വരും ഒരു ദിവസം. ഒരു ആനയ്ക്ക് പാപ്പാനോ ഇതെല്ലാം കൂടെ കൂട്ടി. അത് നമുക്ക് ഇത്രയും ആനകൾ ഉള്ളത് കൊണ്ട്. അല്ലെങ്കിൽ ഒറ്റ ആനയൊക്കെ നിർത്തുന്നവരാണെങ്കിൽ ചിലവ് കൂടും. ഇതിപ്പോൾ നമുക്ക് ടോട്ടൽ ആനയൊക്കെ ഒരു ദിവസം പോയി തീറ്റ പോയി കൊണ്ടുവരാം. അത് പത്തനംതിട്ട, അങ്ങ് കോട്ടയം, ചങ്ങനാശ്ശേരി, അങ്ങനെ ദൂര സ്ഥലത്തേ ഉള്ള ഈ പനമ്പറ്റ. ഇവിടെ മുമ്പ് പഴയ കാലത്തെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തെങ്ങോലയുണ്ട്. തെങ്ങെല്ലാം അസുഖം പിടിച്ച് ആകെ പോയില്ലേ, തെങ്ങോല കിട്ടാനില്ല. അതുകൊണ്ട് പനയോല കൊണ്ടുവരും. പിന്നെ പനയോല ഉള്ളത് കൊണ്ട് നല്ലപോലെ കഴിക്കുവാനാണ്. പിന്നെ പുല്ലുണ്ട്, പുല്ല് ഞാൻ നട്ടിട്ടുണ്ട്. തീറ്റപ്പുല്ല്. അത് ആഴ്ച ഒരു 3 ദിവസമൊക്കെ അത് കൊടുക്കും. പിന്നെ ചോറ് ഡെയിലി. അത് നീരായാലും ഒരു ടീട്ട് കൊടുക്കും. അതിൽ ഒരു കുറവുമില്ല. പിന്നെ നമ്മുടെ ഈ കർക്കിടക മാസത്തിലെ സുഖചികിത്സയ്ക്ക് സമയമില്ല, സമയം ഒക്കത്തില്ല. കർക്കിടകത്തിൽ നീരിലാണ്. മോദിയൊക്കെ നീരിലാണ്. അതിന് മുമ്പേ നേരത്തെ കൊടുക്കും ഞാൻ. ഇതിന് മുമ്പേ അവരൊക്കെ ചികിത്സ ചെയ്യും. നമ്മുടെ ഈ സമയം ലേഹ്യം നമ്മള് അമുക്കുരം ലേഹ്യം പ്രത്യേകം കൂട്ടും, ചവനപ്രാശം കൂട്ടും. അത് പ്രത്യേകിച്ച് ആളിനെ വെച്ച് തന്നെ നമ്മൾ ചെയ്യുന്നത്, അല്ലാതെ മേടിച്ച് കൊടുത്താൽ മുതലാവത്തില്ലല്ലോ. ഇത് അതുമല്ല, എന്തൊക്കെ സാധനം അതിൽ ചേർന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം വ്യക്തമായിട്ട്. അങ്ങനെ അച്ഛൻ തുടങ്ങി വെച്ച ഒരു സംഗതിയാണ്. അത് നിലനിർത്തി പോകുന്നു. നിസ്സാര പണിയല്ല. അതാ നിസ്സാര പണിയല്ല. നമ്മളെ കണ്ണ് വേണം അവിടെ. ആനയുടെ കൂടെ നമ്മളെ കണ്ണില്ലാതെ ഈ പാട്ടത്തിനൊക്കെ കൊടുത്ത് ചിലർ അങ്ങ് വിടും. അത് മോശമാണ്. ആന പോയി തിരിച്ചു വരുമ്പോൾ പോയ ആന ആവത്തില്ല, തിരിച്ചു വരും. പലപ്പോഴും ആന പാട്ടത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ മാക്സിമം ഊറ്റും. അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. നമ്മൾ പരമാവധി കൂടുതൽ പൈസയ്ക്കേ കൊടുക്കും. അത് മുതലാക്കാൻ വേണ്ടി അവർ ചെയ്യും. അതൊന്നും വേണ്ട, സ്വന്തമായിട്ടൊക്കെ നടത്താവുന്നൊരു കാര്യമേ ഉള്ളൂ. അത് എല്ലാവരെ കൊണ്ടും ഒക്കത്തില്ല. മെനക്കെട്ട് എൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതെ. നമ്മൾ ഹോട്ടലിൽ നടത്തുന്നതാണ്. നമ്മൾ കൊണ്ടുവന്ന് കെട്ടും. ഉത്സവം കഴിഞ്ഞാൽ ആന ഇവിടെ കൊണ്ടുവരണം. അല്ല, ആ വഴിക്ക് പോകണം. ലോറിയുണ്ട്. വണ്ടിയുണ്ട്. ലോറിയിൽ കൊണ്ടുപോകും, തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് കെട്ടും. ഉറങ്ങി രാവിലെ കുളിപ്പിച്ച് വൃത്തിയാക്കി കൊണ്ടുപോകും. ഇപ്പം ഈ ചൂട് സമയത്താണ് ഉത്സവം. പല സ്ഥലത്തും ചെല്ലുമ്പോൾ വെള്ളത്തിന് ക്ഷാമം കാണും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുളിപ്പിച്ച് വൃത്തിയാക്കി അവിടെ നിന്ന് പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ കുടിക്കാനുള്ള വെള്ളം തരും. കഴിവ് മാത്രമല്ല, ആനയെ തണുപ്പിക്കേണ്ട ഭയങ്കര അത്യാവശ്യമുണ്ട്. അപ്പോൾ കഥയൊക്കെ കേട്ടല്ലോ, കാര്യമൊക്കെ മനസ്സിലായോ? നമ്മൾ കുളിക്കുന്ന പോലെ തന്നെ ആന നന്നായിട്ട് കുളിപ്പിക്കണം, തേച്ച് കുളിപ്പിക്കണം. എത്ര നേരത്തെ സമയമാണ് ഇപ്പം അതിന്? അത് ഇപ്പോഴും കിടക്കത്തില്ല ഇവിടെ. കിടക്കില്ലേ? അവൻ കിടക്കും, പക്ഷേ അവന് തോന്നണം. ഇപ്പം മതപ്പാട് ആയതുകൊണ്ട് അടുത്ത് വരെയല്ലേ, അതുകൊണ്ട് നിർത്തി. ആരക്കുളി നമ്മൾ കേട്ടിട്ടുണ്ട്, കാക്കക്കുളി എന്ന് കേട്ടിട്ടുണ്ട്. കാക്കക്കുളി എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് കുളിച്ചിട്ട് വരും. ചിലപ്പം കുളിച്ച് ഇങ്ങനെ 2 ചിറകടി. ആനക്കുളി എന്ന് പറഞ്ഞാൽ എത്ര നേരം എടുക്കും? എത്ര നേരമായി കുളിച്ചു തുടങ്ങിയിട്ട്? നിങ്ങൾ കണ്ട, നേരത്തെ കുളിച്ചോണ്ടിരുന്ന ഇപ്പോഴും കുളിച്ചോണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തുടങ്ങുന്നേ ഉള്ളൂ. ഉരച്ച് കഴുകണം. നഖമൊക്കെ വരയ്ക്കും, ഇങ്ങനെ ഉരച്ച് വെളുപ്പിക്കും.
ഭയങ്കര പരിപാടിയാണ്. സന്തോഷം തന്നെയല്ലേ ജീവിതത്തിൽ ഏറ്റവും നല്ല സന്തോഷമുള്ളൊരു ദിവസമല്ലായിരുന്നു അല്ലേ? നമുക്കിനി ഭക്ഷണം കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.